ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഒരു 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുടീനെ എങ്ങനെ നമ്മൾ ഹെന്ന ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മുടെ തലമുടീനെ നല്ല സ്ട്രെങ്തൻ ആക്കാം, നല്ല സോഫൻ ആക്കാം. കുറേ പേര് ഹെന്നയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം, പിന്നെ അതേപോലെ തന്നെ ഗ്രേ ഹെയർ എങ്ങനെ കവർ ചെയ്യാം, ഇതൊക്കെയായിരുന്നു ആ ഒരു ടോപ്പിക്കിൽ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഒത്തിരി പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ഇൻഡിഗോ പൗഡർ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എക്സാക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് അല്ലെങ്കിൽ നാച്ചുറൽ ആയ ഇൻഡിഗോ പൗഡർ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈനാണ് അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ നിന്നാണ് ഇൻഡിഗോ പൗഡർ മേടിക്കുന്നതെങ്കിൽ അതിൻ്റെ പുറകെ തന്നെ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. ചില ഇൻഡിഗോ പൗഡർ എങ്ങനെയാണ് പൊടി കലക്കുന്നത്, ചിലതിൽ ഉപ്പ് ആഡ് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്, ചിലതിൽ അത് ആവശ്യമില്ല. ഇപ്പം നോർമൽ ഒരു ഇൻഡിഗോ പൗഡറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അത് നോർമലായിട്ട് നമ്മളത് ഒരു ബോക്സിനകത്ത്, ഒരു പ്ലാസ്റ്റിക്, നമ്മൾ ഇരുമ്പ് ചട്ടി യൂസ് ചെയ്യാൻ പാടില്ല, ഒരു പ്ലാസ്റ്റിക് ബോക്സിനകത്ത് ഇൻഡിഗോ പൗഡർ നമ്മുടെ തലമുടിക്ക് ആവശ്യമുള്ള ഇട്ട് കഴിഞ്ഞിട്ട് ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അതിൻ്റെ മുകളിൽ നമുക്കൊരു നല്ലൊരു ബ്ലൂയിഷ് ലെയർ പോലെ ഒരു ഇൻഡിഗോ കളർ, ആ കളർ ഞാനിവിടെ ഇമേജ് കാണിക്കാം, നമുക്കത് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും, നല്ലൊരു കളർ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ മിക്സ് ചെയ്ത സ്പൂൺ ആണെങ്കിലും അല്ലെങ്കിൽ ബ്രഷ് ആണെങ്കിലും നമ്മൾ നോർമൽ ഫുഡ് കഴിക്കുന്ന സ്പൂണൊന്നും ഇതിനകത്ത് യൂസ് ചെയ്യല്. നമ്മൾ യൂസ് ചെയ്യാത്ത എന്തെങ്കിലും ഒരു നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കൊക്കെ കിട്ടൂല, അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ വൈറ്റ് വാഷ് ബേസിനൊക്കെ ആണെങ്കിൽ നമ്മളത് കഴുകി ഇങ്ങനെ ഇടുമ്പോൾ ഇച്ച നേരം കഴിഞ്ഞ് നിങ്ങൾ നോക്കുവാണെങ്കിൽ അവിടെ ഒരു നീല കളർ, ഒരു ഇൻഡിഗോ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ട് ഇതൊരു നാച്ചുറൽ ഇൻഡിഗോ പൗഡർ ആണെന്ന് അറിയാൻ പറ്റുന്നത്. അതേപോലെ നമുക്ക് 100% പറയാനും പറ്റില്ല ഏതാണ് നാച്ചുറൽ. പക്ഷെ ഇതൊക്കെ ചില ടിപ്സ് ആണ്, നമുക്കിത് നാച്ചുറൽ ഇൻഡിഗോ പൗഡർ ആണ് അറിയാനുള്ള ചില ടിപ്സ് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞാൽ നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുക. ഹെന്ന അപ്ലൈ ചെയ്തിട്ട് 1.5-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹെന്ന കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവുകയാണെങ്കിൽ നമ്മുടെ തലമുടിയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ഹെയർ ഫോളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആവാതെ തന്നെ ഒരു ലൈറ്റായിട്ട് ലൂസായിരിക്കുന്ന സമയത്ത് വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 1.5 തൊട്ട് ഒരു 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ വരെ നമുക്ക് വയ്ക്കാം. കാരണം ആ ഒരു കളർ നന്നായിട്ട് ഹെയറിൽ നല്ല രീതിയിൽ പിടിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ദിവസം ഷാംപൂ, ഓയിൽ ഒന്നും അപ്ലൈ ചെയ്യേണ്ട. കാരണം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യുവാണെങ്കിൽ പറഞ്ഞാൽ നമ്മുടെ ഗ്രേ ഹെയറിനെ നമ്മൾ കവർ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഇൻഡിഗോ പൗഡർ ജസ്റ്റ് ഒരു ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് തലമുടി തേക്കാമെന്ന്. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു 2 മിനിറ്റോ 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളർ ഡെവലപ്പ് ആയി കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങളുടെ ആ ഒരു ഇൻഡിഗോ പാക്കറ്റിൽ എന്ത് രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻ ആണ് തന്നിട്ടുള്ളത് ആ രീതി നോക്കിയിട്ട് വേണം ചെയ്യാൻ. 45 മിനിറ്റ്സ് തൊട്ട് 1 അവർ വരെ നമുക്ക് വയ്ക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ മുടി നല്ല രീതിയിൽ ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ ഒന്ന് രാത്രി ആകുമ്പോഴേക്കും ഒന്ന് ഡ്രൈ ആകുമ്പോൾ തന്നെ നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഡേ നമുക്ക് ഹെയർ ഷാമ്പു ഇട്ട് വാഷ് ചെയ്യാം. പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ആണ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്രേ ഹെയർ ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രേ ഹെയർ പിന്നെയും കാണാൻ പറ്റും. അത് വീക്ക്ലി ഈ പ്രൊസീജിയർ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഇൻഡിഗോ ഹെന്ന എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. പക്ഷെ ഒത്തിരി പേര് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അലർജി വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും നിങ്ങളുടെ സ്കിന്നിനോ ഹെയറിനോ ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ സ്കിന്നിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ഹെയറുടെ ഒരു പാർട്ടിൽ ഇപ്പോൾ ഈ കാതിൻ്റെ പുറകെ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് ഒരു 24 hours വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ ഉണ്ടോ, റെഡ്നെസ് ഉണ്ടോ ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഹെന്ന അല്ലെങ്കിൽ ഇൻഡിഗോ നിങ്ങളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നാച്ചുറൽ ആണെങ്കിലും കെമിക്കൽ ആണെങ്കിലും അലർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹെന്ന അല്ലെങ്കിൽ ഇൻഡിഗോ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എവറിഡേ ഓഫീസിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്, ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. ഇല്ല എനിക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് തന്നെ വേണമെങ്കിൽ ഈ ഒരു 2 സ്റ്റെപ്പ് പ്രോസസ്സ് സാറ്റർഡേ ഒന്ന് വാഷ് ചെയ്ത് ഹെന്ന അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ സൺഡേ ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യാം. പക്ഷേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഹെയറിൽ അത് ഈ 2 കളർ ബോണ്ട് ആവാച്ച ടൈം പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആഴ്ചയിൽ എവറി വീക്ക് ചെയ്യാൻ നോക്കാം. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ തലമുടിയുടെ ഒരു നാച്ചുറൽ കളറ് അതേപോലെ തന്നെ സ്ട്രെങ്തൻ ചെയ്യാനും തലമുടി നല്ല രീതിയിൽ വളരാനും നല്ല ഹെയർ തിക്ക് ആവാനും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും.
പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് നാച്ചുറൽ ആയിരിക്കണം, അത് മാത്രമേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.